അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരണ്ട. ഒരു ഓട്ടം പോണം. എങ്ങോട്ടാ? കോഴിക്കോടുള്ള അനാഥാലയം വരെ പോന. അനാഥാലയോ? മോനെ എന്നെ അവിടെ കൊണ്ടാക്കല്ല, എനിക്ക് ഇങ്ങോട്ട് നിൽക്കാൻ ഇഷ്ടം. അച്ഛൻ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അച്ഛൻ വീട്ടിൽ നിൽക്കണേ എന്റെ ഭാര്യക്ക് ഇഷ്ടമില്ലാത്തതാ. ഞാൻ എന്താ ചെയ്യച്ചാ? മോനെ അങ്ങനെ പറയില്ല, എനിക്ക് എന്റെ കുട്ടികളെ കാണാതെ നിൽക്കാൻ കഴിയില്ല മോനെ, എന്നെ അവിടെ കൊണ്ടാക്കല്ലേ മോനെ. അച്ഛൻ വീട്ടിൽ നിൽക്കാണ്, അവള് വീട്ടിൽ നിൽക്കൂല. ഞാൻ എന്താ ചെയ്യാ? ഈ കുട്ടികളെ ആര് നോക്കും? അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ അവിടെ നിൽക്കി, ഞാൻ കുട്ടികളെ കൊണ്ടുപോയി അവിടെ നിന്ന് കാണിച്ചോളാം. അമ്മ ഏതായാലും പോയി, നിങ്ങൾ ഏതായാലും ഒറ്റത്തടിയാ. അച്ഛൻ അവിടെ പോയി നിൽക്കി, അല്ലാതെ ഒരു രക്ഷയില്ല. ദയവ് ചെയ്തിട്ടേ എനിക്ക് കുറച്ച് മനസമാധാനം തരി. അതെ ചേട്ടാ, നിങ്ങളെ അച്ഛനെ നല്ലപോലെ നോക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അല്ല നിങ്ങളെ ഭാര്യ പറയണേ കേട്ടിട്ട് അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കല്ലേ വേണ്ടത്. ഇതേ ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള കാര്യമാണ്, അത് നീ ഇടപെടണ്ട. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കാര്യം. എപ്പം നിങ്ങൾ ഇതുപോലെ പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുന്നോ ആ സമയം മുതൽ ഇത് സമൂഹത്തിന്റെയും കൂടെ കാര്യമാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതായിട്ട് ഇതുപോലെ നിങ്ങളോടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അതെ, നിങ്ങളെ മക്കളെ വളർത്തി വലുതാക്കാൻ നിങ്ങളിപ്പോ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ നിങ്ങളുടെ അച്ഛൻ ഒരു കാലത്ത് നിങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യക്ക് എന്റെ അച്ഛനെ ഇഷ്ടമില്ല. അച്ഛനേക്കാളും വലുതല്ല ഭാര്യ. ഇങ്ങനത്തെ സാഹചര്യത്തിലെ ഭാര്യനെ 2 പൊട്ടിച്ചാലും ഒരു കുഴപ്പമില്ല. ഇനി അതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും അതങ്ങ് നേരിടണം.